ATM മെഷീനിൽ കാർഡ് തിരികെ ആവശ്യമുള്ള അത്രയും പണം എടുത്തു. അതോടെ ബെഞ്ചമിനെ പൂർണ്ണമായും വിശ്വസിക്കാമെന്ന് അവൻ ഉറപ്പിച്ചു. വേണ്ടത്ര പണം കയ്യിൽ വന്ന ആവേശത്തിൽ അവൻ വീട്ടിലേക്കോടി. അവൻ വീട്ടിലെത്തിയപ്പോൾ അവന്റെ ഇളയ സഹോദരി മുറ്റത്തിരുന്ന് പൊട്ടിയ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുകയായിരുന്നു. അവൾക്കൊരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചിട്ട് അവൻ അടുക്കളയിലേക്കെത്തി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മയെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവൻ കയ്യിലെ പണം കാണിച്ചു. നിനക്ക് എവിടുന്നാ ലിയോ ഇത്രയും പണം? അതമ്മേ, ഞാനിന്ന് അച്ഛന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം അറിഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡ് എന്നെ ഏൽപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള പണം എടുത്തോളാൻ പറഞ്ഞു. മാത്രമല്ല നല്ല ശമ്പളമുള്ള ജോലിയും എനിക്ക് തന്നു. ഇത് വെറുമൊരു അഡ്വാൻസ് മാത്രമാ അമ്മേ. ഇതെടുത്ത് നമ്മുടെ കടമെല്ലാം വീട്ടാം. ലിയോ പറയുന്നതൊക്കെ കേട്ട അവന്റെ അമ്മ ആശയക്കുഴപ്പത്തിലായി. അമ്മ, അദ്ദേഹം ഏർപ്പെടുത്തിയ ജോലിക്കായി എനിക്ക് ഉടനെ പോണം. ഞാൻ തിരികെ എത്താൻ 2-3 മാസം കഴിയും. അതുവരെ നിങ്ങളുടെ ചെലവുകൾക്കുള്ള പണം ഈ കാർഡിൽ നിന്നും എടുത്താൽ മതി. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഉടനെ തീരും. ലിയോയുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷ ആ അമ്മയിലും പ്രതിഫലിച്ചു. അമ്മയെയും അനുജത്തിയെയും ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതോർത്ത് അവന് ലജ്ജ തോന്നി. കുറ്റബോധം കാരണം അവന് അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം കൂടി അമ്മയോടും അനുജത്തിയോടും ഒപ്പം ചിലവഴിച്ചിട്ട് ലിയോ ലാബിലേക്ക് തിരിച്ചു. പ്രൊഫസർ ബെഞ്ചമിന്റെ ലാബ് സ്ഥിതി ചെയ്യുന്ന ബഹുനില കെട്ടിടത്തിന്റെ മുന്നിലെത്തിയ ലിയോ ആശ്ചര്യത്തോടെ ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു. അവനെ വരവേൽക്കാനായി മുന്നിലെ ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോറുകൾ ഇരുവശത്തേക്കും അകന്നു മാറി. അവൻ അകത്തേക്ക് കടന്നു. റിസപ്ഷനിൽ നിന്നിരുന്ന ജീന എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് അവനെ സ്വീകരിച്ചു. ലിയോ റോബോട്ടിനെ പിന്തുടർന്ന് ബെഞ്ചമിൻ അടുത്തേക്കെത്തി. ബെഞ്ചമിൻ അവിടെ വലിയൊരു മെഷീൻ നന്നാക്കുകയായിരുന്നു. ആ മെഷീനിന് ചുറ്റും വയറുകൾ കൂടിപ്പടഞ്ഞു കിടന്നിരുന്നു. കൂടാതെ വലിയ വളയങ്ങളും നടുവിലായി ഒരു ചതുര കസേരയും സ്ഥാപിച്ചിരുന്നു. വരൂ ലിയോ, ഞാൻ നിനക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കി നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ലിയോയെ കണ്ട ബെഞ്ചമിൻ ആഹ്ലാദത്തോടെ അവനെ ആ മെഷീനിനടുത്തേക്ക് ക്ഷണിച്ചു. ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് പ്രൊഫസർ ഇതുവരെ പറഞ്ഞില്ലല്ലോ? ലിയോ ആകാംക്ഷയോടെ ബെഞ്ചമിനോട് ചോദിച്ചു. ബെഞ്ചമിൻ മുന്നിലുണ്ടായിരുന്ന അത്യാധുനിക കമ്പ്യൂട്ടറിലെ ഒരു ബട്ടൺ പ്രസ് ചെയ്തു. അവർക്ക് മുന്നിൽ വലിയൊരു ഹോളോഗ്രാഫിക് സ്ക്രീൻ തുറന്നു വന്നു. അതിൽ ഭൂമിയെ പോലെ മനുഷ്യർ ജീവിക്കുന്ന അനേകം ഗ്രഹങ്ങളുണ്ടായിരുന്നു. ലിയോ അത്ഭുതത്തോടെ അതിലെ കാഴ്ചകൾ നോക്കി. ബെഞ്ചമിൻ അതിൽ ഭൂമിയെ പോലെ തോന്നിക്കുന്ന ഒരു ഗ്രഹത്തിന്റെ ഇമേജ് വലുതാക്കി ലിയോയെ കാണിച്ചു. ഇതാണ് പ്ലാനറ്റ് സൈഫർ, നമ്മുടെ ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹം. അതായത് പാരലൽ യൂണിവേഴ്സിൽ നിലനിൽക്കുന്ന മറ്റൊരു ഭൂമി. നിലവിൽ മനുഷ്യരാശിക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് സൈഫർ ഗ്രഹം. ഈ ഗ്രഹത്തിലേക്കാണ് ഞാൻ നിന്നെ അയക്കാൻ പോകുന്നത്. ലിയോ കൗതുകത്തോടെ മുന്നിൽ കാണുന്ന സ്ക്രീനിലേക്ക് നോക്കി. ഭൂമിക്കിനി അധികമായി ഉണ്ടാകില്ല ലിയോ. ഈ ലോകം നശിച്ചാലും മനുഷ്യരാശി നിലനിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒരു ഡേറ്റ കളക്ടിംഗ് ഡിവൈസിനെ സൈഫറിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ ഡിവൈസിനുണ്ടായ ചെറിയൊരു തകരാർ മൂലം എനിക്ക് അവിടെ നിന്നും വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് നീ അവിടേക്ക് പോയി ആ ഡിവൈസ് കണ്ടെത്തി റീസ്റ്റാർട്ട് ചെയ്യണം. ലിയോ എല്ലാം മനസ്സിലായി എന്നതുപോലെ തലയാട്ടി. ബെഞ്ചമിൻ ലിയോയെ ആ വലിയ മെഷീനിന്റെ മധ്യഭാഗത്തുള്ള കസേരയിലേക്ക് ഇരുത്തി. മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഭയത്താൽ ലിയോ അതിൽ നിന്നും പിന്തിരിയാതിരിക്കാൻ അവന്റെ ശരീരവും കൈകാലുകളും ബെൽറ്റിനാൽ ആ കസേരയോട് ചേർത്ത് ബന്ധിച്ചു. എന്നിട്ട് തോക്കുപോലെയുള്ള വസ്തു ഉപയോഗിച്ച് ലിയോയുടെ കഴുത്തിൽ ഒരു GPS ഡിവൈസ് ഇൻജെക്ട് ചെയ്തു. അതിനുശേഷം ആ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിനായി ബെഞ്ചമിൻ സെക്യൂരിറ്റി റൂമിലേക്ക് പോയി. ലിയോ, നിന്റെ ജോലി വളരെ എളുപ്പമാണ്. അവിടെ എത്തി ആ ഡേറ്റ കളക്ടിംഗ് ഡിവൈസ് കണ്ടെത്തുക, അത് ആക്ടിവേറ്റ് ചെയ്യുക. അത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഇതുപോലൊരു പോർട്ടൽ അവിടെ തുറന്നു വരും. അതുവഴി നിനക്ക് ഇവിടേക്ക് തിരികെ എത്താം. നീ റെഡിയാണോ? ബെഞ്ചമിൻ ലിയോയെ നോക്കി. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് മറച്ചുകൊണ്ട് അവൻ സമ്മതം അറിയിച്ചു. റെഡി. പ്രൊഫസർ ബെഞ്ചമിൻ മുന്നിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിലെ ചുവന്ന ബട്ടണിൽ വിരളമർത്തി. ലിയോയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന വലിയ വളയങ്ങൾ മുകളിലേക്കും താഴേക്കും ചലിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ എഞ്ചിന്റെ വേഗത കൂടി. ലിയോയുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു. അതിൽ നിന്നും ഉണ്ടാകുന്ന റേഡിയേഷൻ തന്റെ ശരീരത്തിലേക്ക് തുളച്ച് കയറുന്നത് പോലെ അവന് അനുഭവപ്പെട്ടു. ശരീരം തൂവല് പോലെ ഭാരമില്ലാതായി. മെഷീനിൽ നിന്നും ഉണ്ടാകുന്ന അതിശക്തമായ വൈദിക കാന്തിക തരംഗങ്ങൾ ലിയോയുടെ തലയ്ക്ക് മുകളിലായി ഒരു ഇലക്ട്രിക് പോർട്ടൽ സൃഷ്ടിച്ചു. അതിൽ നിന്നുമുള്ള കൃത്രിമ മിന്നലുകൾ അവന്റെ ശരീരത്തിലേക്ക് പതിച്ചു. ലിയോ ഒരു വിറയലോടെ ബോധരഹിതനായി.
എഞ്ചിൻ അതിന്റെ പൂർണ്ണ വേഗത കൈവരിച്ചപ്പോൾ ബെഞ്ചമിൻ കണ്ണുകൾ ഇറുക്കെ പൂട്ടി. ശക്തിയേറിയ വെള്ളി വെളിച്ചം അവിടെ മിന്നിമാഞ്ഞു. എഞ്ചിൻ സാവധാനം നിശ്ചലമായി. ബെഞ്ചമിൻ മെല്ലെ കണ്ണുകൾ തുറന്നു. അയാൾക്ക് മുന്നിൽ ലിയോ ഉണ്ടായിരുന്നില്ല. പകരം അവിടെ സ്ഥാപിച്ചിരുന്ന സ്ക്രീനിൽ ടെലിപ്പോർട്ടേഷൻ ടു പ്ലാനറ്റ് സൈഫർ സക്സസ് എന്ന് എഴുതിയിരുന്നു.